ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, വെക്കേഷനായി SSLC +2 കാരെല്ലാം ഇനി അടുത്തൊരു കരിയർ പാത്തിന് വേണ്ടി വലിയ ആലോചനയിലായിരിക്കും, അല്ലെങ്കിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാനുള്ള തിരക്കിലായിരിക്കും. ഇതിനിടയിലും നിങ്ങളുടെ ഉള്ളിലുള്ള റിസൾട്ടിനെ കുറിച്ചും വാല്യൂഷനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും ഒക്കെയാണ്. അത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ. ഏറ്റവും പുതിയ കരിയർ അപ്ഡേറ്റ്സുകൾ ഉൾപ്പെടെ എന്ത് പഠിക്കണം, ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിലേക്ക് പോകാം എന്ന് +2 കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ SSLC കഴിഞ്ഞവർക്ക് ബ്രിഡ്ജ് കോഴ്സുകൾ ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പൊ ഇന്ന് എന്തായാലും നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന വാല്യൂഷനുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്ഡേറ്റുകളായിട്ട് വേണമെങ്കിൽ പരിഗണിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ എഴുതിയ ആ ആൻസർ ഷീറ്റുകൾ ഭദ്രമായ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അതെപ്പോഴാണ് നോക്കി തുടങ്ങുന്നത്? ഇലക്ഷനും കഴിഞ്ഞിട്ട് ഏപ്രിൽ 16-17 ആ ഒരു ഡേറ്റിനുള്ളിലാണ് ഇത്തവണ വാല്യൂഷൻ ക്യാമ്പുകൾ തുടങ്ങുന്നത്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് ചില വിഷയങ്ങൾ പാടായിരുന്നു അല്ലെ. ഇപ്പൊ +2 എടുത്തു കഴിഞ്ഞാൽ സയൻസുകാർക്ക് +2 മാത്സും, SSLC ആണെങ്കിൽ കെമിസ്ട്രിയും സോഷ്യൽ സയൻസ് ഒക്കെ ഒരുവിധം ടഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം A+ പോകുമോ എന്നുള്ളതും മറ്റൊരു കൂട്ടരുടെ ആശങ്ക എന്ന് പറയുന്നത് പാസ് ആകുമോ എന്നുള്ളതുമാണ്. അപ്പോൾ സാധാരണ വാല്യൂഷൻ തുടങ്ങുമ്പോൾ വാല്യൂഷൻ ക്യാമ്പുകളിൽ അധ്യാപകർക്ക് കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് ആൻസർ ഹിന്റും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഈ മാർഗനിർദ്ദേശങ്ങളിൽ എല്ലാവർക്കും, അതായത് സ്റ്റുഡൻസിന്റെ ഒരു ഓവറോൾ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് അത് തന്നെ ആയിരിക്കുമല്ലോ അധ്യാപകർക്കും. അപ്പോൾ ആ വിഷയം നോക്കുന്ന അധ്യാപകർക്ക് അറിയാം ഇത്തവണത്തെ എക്സാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ +2 മാത്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രത്തോളം ടഫ് ആയിരുന്നു എന്ന്. അപ്പൊ അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വാല്യൂഷൻ ക്യാമ്പുകളിൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക്, അതായത് അവർക്ക് അർഹതപ്പെട്ട മാർക്ക് കുറയ്ക്കാതെ തന്നെയുള്ള നടപടികളായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രേസ് മാർക്കിനെ കുറിച്ച്. ഗ്രേസ് മാർക്ക് കൃത്യമായിട്ട് എന്താണ്, ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുടെ മാർക്കുകൾ കൂടി നോക്കിയിട്ടാണ് ഗ്രേസ് മാർക്ക് അവസാനം ടാബുലേഷനിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക് ആഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി നിങ്ങളുടെ മാർക്ക് ടീച്ചർമാർ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ അര മാർക്കിനോ ഒക്കെ A+ കുറയുന്നു, അല്ലെങ്കിൽ പാസ് മാർക്ക് കുറയുന്നു. ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. മോഡറേഷൻ അല്ല, പക്ഷെ അങ്ങനെയുള്ള പേപ്പറുകളിൽ തീർച്ചയായിട്ടും അധ്യാപകർ ഒരിക്കൽ കൂടി അത് നോക്കി എവിടെയെങ്കിലും ആ വിദ്യാർത്ഥിക്ക് 1 മാർക്കോ അര മാർക്കോ കൊടുത്തുകൊണ്ട് അടുത്ത ആ ഒരു ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക്, പാസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തന്നിരിക്കും. ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ വർഷം ഉൾപ്പെടെ വാല്യൂഷൻ ക്യാമ്പുകളിൽ പോയിട്ടുള്ള അധ്യാപകരുടെ അഭിപ്രായങ്ങളിൽ നിന്നാണ്. അല്ലാതെ അര മാർക്കിനെ എടുത്ത് നിനക്ക് A+ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈരാഗ്യത്തോടെ ഒരിക്കലും ഒരു അധ്യാപകന് നിങ്ങളുടെ പേപ്പർ നോക്കില്ല. ഇനി നിങ്ങളൊരു ഗ്രേഡ് പ്രതീക്ഷിച്ചു, അവസാനം റിസൾട്ട് വന്നപ്പോൾ വളരെ വലിയൊരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ഇവിടെ സൂക്ഷ്മ പരിശോധന, റീവാല്യൂഷൻ, അതായത് പുനർമൂല്യനിർണ്ണയം എന്നുൾപ്പെടെയുള്ള നിരവധി പ്രക്രിയകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പോൾ SSLC +2 അങ്ങനെ നോക്കി നിങ്ങളുടെ ഗ്രേഡ് വലിയ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വീണ്ടും വന്നു കഴിഞ്ഞാൽ പേപ്പർ നോക്കി അധ്യാപകന് ഇവിടെ ഫൈൻ അടയ്ക്കണം. അതുകൊണ്ട് ഒരു അധ്യാപകനും അത്തരത്തിൽ പേപ്പർ നോക്കുകയില്ല. ഇനി ആദ്യം ടീച്ചർമാർ നോക്കുന്ന ക്വസ്റ്റ്യൻസും അതിന് നിങ്ങൾ എഴുതിയ ആൻസേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. കാരണം നിങ്ങളുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഏതൊരു ആൻസർ ഷീറ്റും ഓരോ സബ്ജക്റ്റിന് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കി വരുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഇംപ്രഷൻ അനുസരിച്ചാണ് ടീച്ചർ അങ്ങോട്ട് മാർക്ക് നോക്കുന്നത്. ഡബിൾ വാല്യൂഷൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സ്ട്രിക്റ്റ് എന്ന ഒരു അർത്ഥമേ അല്ല. നിങ്ങൾ എഴുതിയതിന് കൃത്യമായിട്ട് മാർക്കുകൾ നൽകപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായി നിങ്ങൾക്ക് മാർക്ക് തന്നിട്ടുണ്ടോ, 2 ടീച്ചർമാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കൊണ്ട് അവസാനം ഫൈനലൈസ് ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് കാണാം. നിങ്ങളുടെ ആശങ്കകളും നിലവിലെ ടെൻഷനുകളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോന്നായിട്ട് നോക്കി അതിൽ പുതിയ കണ്ടന്റ്സ് ആയിട്ട്, വീഡിയോകളായിട്ട് അല്ലെങ്കിൽ റിപ്ലൈകളായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ടെൻഷൻ അടിക്കാതെ ഓൾ ദി ബെസ്റ്റ് ആയിട്ട് ഇരിക്കുക. കീപ് കൂൾ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.